ഇതൊരു കൺസേർട്ട് നടക്കുന്ന സ്ഥലമാണിത്. ഓൾ സ്റ്റേറ്റ് അരീന എന്ന് പറഞ്ഞൊരു കൺസേർട്ട് നടക്കുന്ന സ്ഥലമാണ്. ഇന്ന് K-പോപ്പിൻ്റെ പാട്ട് ഉണ്ട്. അതിനായിട്ടാണ് ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ ക്യൂ നിൽക്കുന്നത്. ഈ പാട്ട് എത്ര മണിക്കാണെന്നറിയാമോ? ഫോണിൽ കാണിക്കുന്ന സമയം 8:49. ഫോണിൽ കാണിക്കുന്ന സമയം 8:49. ഇപ്പോഴേ ആൾക്കാർ ക്യൂ നിൽക്കുവാണ്. രാവിലെ 8:49 ആയിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോഴേ ആൾക്കാർ ക്യൂ നിൽക്കുവാണ്. K-പോപ്പ് കൊറിയൻകാരുടെ പാട്ടിൻ്റെ പരിപാടിയുണ്ട്. ഇനി എത്ര മണിക്കൂറുകൾ നിന്നാലാണ് ഒന്ന് 7:30 കിട്ടുക? അപ്പം അത്രയും സമയം ആൾക്കാർ ഭയങ്കര വെയിറ്റിങ്ങിലാണ്. കേട്ടോ, ലൈൻ്റെ ക്യൂവിൻ്റെ നോക്കിയേ, എന്തോ ഒരു ആൾക്കാരാണ് ഉണ്ടോ. ഇത്രയും ആൾക്കാർ എന്തോ ഒരു വേണമെങ്കിലും വെയിറ്റ് ചെയ്യാൻ ആൾക്കാർ തയ്യാറാണെന്ന് തോന്നുന്നു ഈ K-പോപ്പിന് വേണ്ടിയിട്ട്. ചില ആൾക്കാർ കസാരയിലൊക്കെ ഇരിക്കണുണ്ടോ, കസാരയൊക്കെ ആയിട്ട് വന്നിരിപ്പ് ഇരിക്കുന്നു. ചിലർ മൂടി പുതയ്ക്കുന്നു, വർത്താനം പറഞ്ഞൊക്കെ രസിക്കുന്നു. ഈ ചില ചെറുപ്പക്കാരാണ് കൂടുതൽ ഇവിടെ ഉണ്ടല്ലോ. ചിലരൊക്കെ ഉണ്ടോ, ഒരു പുള്ളിക്കാരത്തേക്ക് അവിടെ നിൽപ്പുണ്ട്. ഇതാണ് K-പോപ്പിൻ്റെ ലൈന്. ഈ പെണ്ണുമ്പോൾ ഒരു പ്രത്യേക ആണാണോ പെണ്ണാണെന്നറിയില്ല, പ്രത്യേക വേഷമൊക്കെ ഇട്ട് ഇപ്പുണ്ട്. ഈ K-പോപ്പിൽ ഇത്രയും ആരാധകരുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. നോക്കിയേ, ഇത്രയും ആൾക്കാർ എവിടെ നിന്നൊക്കെയാണ് വന്നേക്കണേന്ന് നോക്കാരെന്നറിയില്ല. ഏകദേശം 10 മണിക്കൂറോളം വെയിറ്റ് ചെയ്യണം. 10 മണിക്കൂർ കൂടുതൽ വെയിറ്റ് ചെയ്യാനുണ്ട്. 10 മണിക്കൂർ കൂടുതൽ വെയിറ്റ് ചെയ്ത് K-പോപ്പിന് വേണ്ടി നിൽക്കണം. പലർക്കും ഇരിക്കാനുള്ള കസാരയൊന്നുമില്ല, നിൽക്കണം. നോക്കിക്കഴിഞ്ഞാൽ ഖത്തർ എയർവേസിൻ്റെ ഒരു ചരക്ക് വിമാനം അവിടെ കിടപ്പുണ്ട്. ചരക്ക് വിമാനം വരുന്ന ടെർമിനലിൻ്റെ ആ ഭാഗത്ത്. അപ്പോൾ മിക്കവാറും ചരക്ക് വിമാനം തന്നെയായിരിക്കും ഖത്തർ എയർവേസിൻ്റെ. തൊട്ടപ്പുറത്താണ് എയർപോർട്ട്. അതിൻ്റെ നടുക്കൊരു ഹൈവേ ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ ഒരു ഹൈവേ ഉണ്ട് അവിടെ. പിന്നെ ഇവിടെ ഒരു വെളുത്ത കാറ് CRV പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ CRVയും കൊണ്ട് വണ്ടിക്കാർ പൊക്കിക്കൊണ്ട് പോയി. ഈ മറ്റേ ടോ ട്രക്കുകാർ പൊക്കിക്കൊണ്ട് പോയി. ഞാനിപ്പോൾ ഇതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വീഡിയോ എടുത്തപ്പോഴേക്കും അത് കൊണ്ടുപോയി വണ്ടി. പെട്ടെന്നാണ് അമ്മ വണ്ടി കൊണ്ട് പോയത്. എന്തോ ഒരു മണിക്കൂറുകൾ നിന്നാലാണ് ആൾക്കാർ, എത്ര കഷ്ടതയാണ് ആൾക്കാർ സഹിക്കുന്ന ഒരു പാട്ട് കേൾക്കാനായിട്ട്. അന്ന് ഇവർക്കൊക്കെ ക്യൂ നിൽക്കാതെ ഒരു ടിക്കറ്റ്, ഓൺലൈൻ ടിക്കറ്റിൽ എന്തെങ്കിലും സംഗതി ഉണ്ടാക്കുവാണെങ്കിൽ കുറേ കൂടെ നല്ലതായിരുന്നു. ഇതിപ്പോൾ ലൈനാണ്. കഴിഞ്ഞ വർഷം എൻ്റെ ഓർമ്മയിലുണ്ട്, ഇവിടെയൊക്കെ ടെൻ്റ് അടിച്ച ആൾക്കാർ കിടക്കുമായിരുന്നു 3-4 ദിവസം മുമ്പേ. ഈ തവണ ടെൻ്റ് അധികം കാണുന്നില്ല, എല്ലാവരും ക്യൂ നിൽക്കുവാണ്. ഞാൻ രാവിലെ 5:30 കണ്ടൊക്കെ വന്നപ്പോഴും ഇവിടെ ആൾക്കാർ ക്യൂവിലായിരുന്നു. അതാണ് സംഭവിക്കുന്നത്. ഇതിനകത്ത് മുഴുവൻ പെണ്ണുങ്ങളാട്ടോ, ആണുങ്ങളെ അധികം കാണാനില്ല. ഈ K-പോപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെയിരിക്കുന്ന മുഴുവൻ പെണ്ണുങ്ങളാണ്. എന്തൊക്കെ വേഷങ്ങളൊക്കെ ഇട്ടാൽ വന്നേക്കണേ. ഒരുത്തനത് കൂടെ വന്നവനായിരിക്കാം. പൊതുവെ എല്ലാവരും പെണ്ണുങ്ങൾ തന്നെയാണ്. നിങ്ങൾക്കൊരു കസാരയൊക്കെ വെച്ച് കഴിക്കാൻ പാടില്ലേ? ഇത് വേറെ ഒരുത്തനുണ്ട്. ഒരു മക്ലാസിൻ്റെ അവിടെയാണ്. ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ എന്ന് ആലോചിക്കുക. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സ്റ്റിക്കർ ചാടിപ്പോയി. ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഞാനൊരു സാൻഡ്വിച്ച് സോസേജ് മക്മഫിൻ കഴിക്കാൻ പോവാണ്. സോസേജ് മക്മഫിൻ എങ്ങനെയാണ് ഇതിൻ്റെ സോസേജ് മക്മഫിൻ കഴിക്കുന്നത്? ഇതാ സോസേജ്. ഇത് മഫിൻ സാധനമാണെന്ന് എനിക്ക് തോന്നുന്നത്. കഴിച്ചു നോക്കാം. അടുത്ത സാൻഡ്വിച്ചിൻ്റെ പേരാണ് ബേക്കൻ എഗ്ഗ് ചീസ് ബിസ്ക്കറ്റ്. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് സാധനമാണ്. അങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇങ്ങനെയാണ് ബേക്കൻ എഗ്ഗ്. ഇതിൻ്റെ അകത്തൊരു ബേക്കൻ കാണുമായിരിക്കും. ബേക്കനുണ്ട്, പിന്നെ എഗ്ഗുണ്ട്, ചീസ്, ബിസ്ക്കറ്റ്. കഴിച്ചിട്ട് വലിയ കുഴപ്പമില്ല. കുറച്ച് ഉപ്പ് കൂടുതൽ വേണ്ട, വലിയ കുഴപ്പമില്ല. ഇവിടെ ഒരു ടാർഗറ്റ് ഉണ്ട്. ടാർഗറ്റിൽ ഷോപ്പിങ്ങിന് പോയാൽ കുഴപ്പമില്ല. ഇത് അവരുടെ പാർക്കിംഗ് ലോട്ടാണ്. അപ്പോൾ ഇവരുടെ പാർക്കിംഗ് ലോട്ടിൽ പാർക്ക് ചെയ്തിട്ട് K-പോപ്പിന് പോകാൻ പോയി കഴിഞ്ഞാൽ പണി കിട്ടും. കണ്ടോ, കാറുകൾ പൊക്കിക്കൊണ്ട് പോകണം. കണ്ടോ, ഒരു കാർ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ടോ ട്രക്കുകാർ പൊക്കിക്കൊണ്ട് പോവുക. ഇത് വേറെ പാർക്കിംഗ് ലോട്ടിലാണ്. ഈ K-പോപ്പുകാരുടെ എന്തോ പാർക്കിങ് കണ്ടോ, ഇതാണ് ടോ ട്രക്ക് കണ്ടില്ലേ, കോൺട്രാക്ട് കണ്ടോ. ആൾക്കാർ പാർക്ക് ചെയ്തിട്ട് ഒന്ന് വർത്താനൊക്കെ പറയാമെന്ന് പറഞ്ഞ് പോയിട്ട് വരുമ്പോൾ കാറ് കാണില്ല. അത് അവിടെ ഒരു കുഴപ്പം. കാറിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പണി കിട്ടും. ആ മിഷിഗനിയൻ ലൈസൻസ് പ്ലേറ്റ് ഉള്ള വണ്ടിയാണ് പൊക്കിക്കൊണ്ട് പോയത്. അപ്പോൾ അവൻ്റെ ഒരു അവസ്ഥ എന്നാലും ചോദിക്കുക, നീ യൂബർ വിളിച്ച് ഈ ടോ ട്രക്കുകാരുടെ സ്ഥലത്ത് ചെല്ലണം, എന്നാലേ കാറ് കിട്ടുള്ളൂ. മിഷിഗനിൽ നിന്ന് വന്നവന്മാരാ, എത്രയൊന്നും വിചാരിച്ചില്ലായിരിക്കും. ഇവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോയിങ്ങുകാർ നോക്കി നിൽക്കും. ഇതുങ്ങളൊക്കെ നോക്കി നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയി അവരതുകൊണ്ട് ജീവിക്കുന്നവരാണ്. പിന്നെ അനധികൃതമായിട്ടുള്ള പാർക്കിംഗ് ഒഴിവാക്കാം, അത് ശരിയാണ്. ടൂസോൺ കാറുകാരനില്ലേ, അവനാട്ടെ ഈ ടോയിങ് ട്രക്കുകാരൻ്റെ ആൾക്കാരെന്ന് എനിക്ക് തോന്നിയിട്ട്. അവനെല്ലാം മാച്ച് ചെയ്യുന്നുണ്ട്. അവന് കുറച്ച് നേരമായി കൂടെ കിടന്ന് കറങ്ങണം. കണ്ടോ, അവൻ്റെ ആ ഗ്ലാസ് മുഴുവൻ കറുത്ത ഗ്ലാസ് ഇട്ടേക്കാം. അവൻ ആരാന്ന് പോലും അറിയില്ല. അവനായിരിക്കും ഇൻഫർമേഷൻ കൊടുക്കണം. ഒരുത്തന്മാർ ഇറങ്ങി പോയിട്ടുണ്ട്, അവന്മാരുടെ ഇന്ന കാടെന്ന് പറയുമ്പോൾ ഓടി വന്ന് ടോ ട്രക്കുകാർ വിളിച്ചെടുത്തോണ്ട് പോകാൻ വേണ്ടി. അങ്ങനെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവനിവിടെ കുറച്ച് നേരമായി കറങ്ങുന്നുണ്ട്. അവൻ ആ എടുത്തോണ്ട് പോയ ബോളിലൂടെ അടുത്ത് അവൻ
വന്ന് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ മറ്റേ കാറിനോട് ചേർന്ന് നിന്ന് നിർത്തണം എങ്ങനെയാണ്, അതായത് നമ്മൾ കാർ പാർക്കിങ് മറ്റേ വണ്ടിയോട് ചേർന്ന് നിൽക്കില്ല. അപ്പോൾ ചേർന്ന് ഇങ്ങനെ എന്താണെന്നിങ്ങനെ നോർത്താറുന്നു. അപ്പോൾ ആ കറുത്ത ഹുണ്ടായി ദിവസങ്ങളിൽ കറങ്ങുന്നവനാണ് കണ്ടോ, അവൻ്റെ അവൻ കിടന്ന് കറങ്ങാണ്ടില്ലേ, ഇവനാണ് ഇൻഫർമേഷൻ കൊടുക്കുന്നതെന്ന് തോന്നുന്നു. ഞാൻ ഊഹിക്കുവാണേ ആ ഫോൺ വിളിക്കുന്ന ആ പെണ്ണുമ്പിള്ളയായിരിക്കും മിക്കവാറും, പെണ്ണുമ്പിള്ളയുടെ കാറായിരിക്കും മിക്കവാറും കൊണ്ടുപോയത്. അപ്പോൾ അതവരിങ്ങനെ ഫോൺ വിളിക്കുന്നുണ്ട്. ആ കറുത്ത ഹുണ്ടായി ദിവസം അടുത്ത് വന്ന് നിൽപ്പുണ്ട്. ആൾക്കാരിനി അടുത്ത ഇടയിനെ നോക്കി നിൽക്കുവാണ് പുള്ളി. എന്താ ആലോചിച്ച് നോക്കിയേ, പുള്ളിയുടെ അകത്ത് ഡ്രൈവറെയൊന്നും കാണാൻ പറ്റില്ല. ഞാനിപ്പോൾ നോക്കുന്നുണ്ട്, ഡ്രൈവറിൻ്റെ അങ്ങോട്ടൊന്നും കാണാൻ പറ്റില്ല, കാരണം അത്രയ്ക്കും ടിൻറ്റഡ് ഗ്ലാസ്സാണ്. അടുത്ത വണ്ടി അവിടെ നോക്കി നിൽപ്പുണ്ട്. ഈ വണ്ടി അവിടെ ഇട്ടിട്ട് പിന്നെ അങ്ങോട്ട് പോയി. അപ്പോൾ തന്നെ ഇത് നോക്കിയോ, അവൻ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടാവും. ഉടൻ തന്നെ ടോട്ടോക്കാരൻ വരും, മിക്കവാറും വരും, ഉറപ്പാണ്. വെയിറ്റ് ചെയ്യാം. എന്താണെങ്കിലും ടോട്ടോക്കാരൻ തൊട്ടടുത്തുണ്ട് കണ്ടോ. അവനിവിടെ അടുത്തുള്ളത് കൊണ്ട് എനിക്ക് അവനോട് പറയാനും പറ്റുന്നില്ല, കാരണം ഇവനെങ്ങാനും ഇവനൊക്കെ കുഴപ്പമുണ്ടായി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമായിരിക്കും. അതുകൊണ്ട് വേണ്ട കറുത്ത ട്യൂസൺ കിടന്ന് കറങ്ങാണ്ട അവൻ മിക്കവാറും കൊണ്ടുപോകും. ഇതാണ് ടോവിംഗ് കമ്പനിക്കാരുടെ അഡ്രസ്സ്. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, വാണിംഗ് ഇടാണ്ട. ഓൾ അൺഓതറൈസ്ഡ് വെഹിക്കിൾ ഇതൊക്കെ ഡാറ്റ ഓണേഴ്സ് എക്സ്പെൻസ്. ടോവിങ്ങിന് $232, സ്റ്റോറേജിന് $45, ഓപ്പൺ 24 hour. കോൺട്രാക്ട് ടോവിങ് എൽഗ്രൂ വില്ലേജിലാണ് സ്ഥലം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഒരു ട്രെയിൻ പോകുന്നുണ്ട് കേട്ടോ, അതിൻ്റെ അതിലൂടെ റെയിൽപാളമുണ്ട്. ഇതാണ് ട്രെയിൻ പോകുന്നുണ്ടല്ലേ, ഇവിടുത്തെ ട്രെയിനുകളാണ്. ഇപ്പോൾ പെട്രോൾ ഒഴിക്കാറായി, ലോ ഫ്യൂവലിൻ്റെ വാണിംഗ് വന്നു. അപ്പോൾ ഇതിനകത്തിങ്ങനെ വന്നു, ലോ ഫ്യൂവൽ സെർച്ച് ഫോർ എ നിയർ ബൈ ഗ്യാസ് സ്റ്റേഷൻ. എസ് ഞെക്കി കഴിയുമ്പോൾ നിയർ ബൈ ഗ്യാസ് സ്റ്റേഷൻസ് കാണിക്കും. ഇപ്പോൾ ഞാനുള്ളത് സ്പീഡ് വേലാണ്, 3.26 ഇവിടെ പെട്രോളിൻ്റെ വില. വേറെ അടുത്തുള്ള ലൊക്കേഷനിലൊക്കെ കാണിക്കുന്നുണ്ട് 3.60, 3.50. ആമക്കോ, BP മൊബൈൽ, BP എക്സോ എന്നൊക്കെ പറഞ്ഞ് ഉണ്ട്. ഇതിലാണ് ഇപ്പോൾ ഞാനുള്ളത്. മാപ്പും കാണിക്കുന്നുണ്ട് ഏതാണ് പെട്രോൾ ഉള്ളത്. അപ്പോൾ എന്തായാലും പെട്രോൾ ഒഴിക്കാം. ഇതാണ് സിങ്സ് റീഫില്ലിങ്. പെട്രോൾ ഒഴിച്ചാൽ പിന്നെ 675 മൈൽ ഓടി. സിങ്സ് ലാസ്റ്റ് റീസെറ്റ് ഇത്രയായി. കറണ്ട് അങ്ങനെയാണ് സിറ്റുവേഷൻ. ആണ് പെട്രോൾ പമ്പ്. സെൽഫ് സർവീസാണ്, സെൽഫ് സെർവാണ്, നമ്മൾ തന്നെ ഒഴിക്കണം. ഇത് ഞെക്കിയാൽ മതി. ഇതിനകത്ത് ഇവിടെ എത്തനോളിൻ്റെ ഉണ്ട്, E85 ഉണ്ട്. 85% എത്തനോളുള്ള ഉണ്ട്. പക്ഷേ എത്തനോള് ഫ്ലെക്സിബിൾ വെഹിക്കിളിൽ മാത്രമേ വയ്ക്കാവുള്ളൂ. ഇതാണ് ഞാൻ ഒഴിച്ച് പോരുത് സാധാരണ വാഹനത്തിൽ. നമുക്ക് വേണ്ടത് ഇതാണ്. ഓക്കെ, അപ്പോൾ ഫോൺ നമ്പർ എൻ്റർ ചെയ്യണം. എക്സലൻറ്റ്. ഇത് സാധാരണ പെട്രോളിൻ്റെ നോസിൽ ഇതെടുക്കുക. പിന്നെ 87 ഒഴിച്ചാലും മതി, പ്രീമിയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് 10% എത്തനോളുണ്ട്, ഇതിനകത്ത് 85% എത്തനോളുണ്ട്. ഈ കോണിൻ്റെ അകത്തുനിന്ന് എത്തനോൾ ഉണ്ടാക്കണേന്ന് തോന്നണം, അതുകൊണ്ടാണ് ഈ കോണിൻ്റെ പടം കാണിച്ചേക്കണേന്ന് തോന്നണം. കണ്ടെയ്ൻസ് അപ് ടു 10% എത്തനോൾ. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ 17 ഗാലൻ പെട്രോൾ നിറഞ്ഞു, $54.83 ഇവിടെ ബില്ലില്ല. കൊള്ളാമല്ല. അപ്പോൾ കാറ് സ്റ്റാർട്ടാക്കാം.
ഓക്കെ 500 വരെയാണ് കാണിക്കുന്നത് റേഞ്ച്.